എങ്ങനെയുണ്ട്? മമ്മ ആക്കിയത് രസമുണ്ടാ? എത്ര എത്ര രസം? ഒരു രസം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫുഡാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം സ്കൂളിൽ കുട്ടികൾക്ക് എക്സാമൊക്കെയാണ്. അപ്പോൾ അവർക്ക് നല്ല പഠിച്ചതൊക്കെ ഓർമ്മശക്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും, അതുകൂടാതെ നമ്മൾ പത്തിരി, ദോശ, ഇഡ്ഡലി അതുപോലെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക കേട്ടോ. ഈ എക്സാമിൻ്റെ ടൈമിന് ഇതുപോലെയുള്ള ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി അവർക്ക് എനർജറ്റിക് ആയിട്ട് എക്സാം എഴുതിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതാ ഒരു 1/4 ടീസ്പൂണ് പശു നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവാൻ വേണ്ടി മാത്രം കേട്ടോ, കൂടുതലൊന്നും ഒഴിക്കാൻ വേണ്ടി പാടില്ല, കൂടുതലൊന്നും എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഈ പഴം 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിള്ളേർക്ക് തിന്നാൻ പാകത്തിലുള്ള പഴം എടുത്താൽ മതി കേട്ടോ. 2 പഴം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെ നമ്മൾക്കൊന്ന് ഇങ്ങനെ ഇതുപോലെ ആക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് അത് കുറച്ച് റെഡി ആകുമ്പോൾ നമ്മൾ ഹെവി ഫ്ലെയിമിലിട്ടിട്ട് ആക്കല്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയാൽ മതി. ഒന്ന് അതിൻ്റെ പുറമൊന്നൊന്ന് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അടുത്തതാണ് നമ്മൾ ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ബദാം എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കിസ്മിസ് എടുത്തിട്ടുണ്ട്, പിന്നെ വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 4-5 എണ്ണം ആ വിധത്തിൽ മതി കേട്ടോ. ഞാൻ ഡേറ്റ്സ് എടുത്തത് ഒരു 3 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർക്ക് 4-5 എണ്ണം മാത്രം മതി. ഇതൊക്കെ നമ്മൾക്ക് ഈ പഴത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് പഴത്തിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എക്സാമിൻ്റെ ടൈം മാത്രമല്ല കേട്ടോ. പൊതുവേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല എന്ന് കാണുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉച്ച വരെ നമ്മളെ വയറ് നല്ല നിറഞ്ഞിരിക്കുകയും ചെയ്യും. പിള്ളേർ നല്ല എനർജറ്റിക് ആയിട്ടുണ്ടാവുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം ഇതുപോലുള്ള സാധനം ഉണ്ടാക്കി നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 1 മുട്ടയോ 2 മുട്ടയോ പൊട്ടിച്ചിടാം. ഓക്കെ, എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര. രാവിലെ ഇപ്പം മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതുപോലെ 2 മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആകുമ്പം പിള്ളേർ കഴിച്ചോളൂ കേട്ടോ. ഞാനിതിൽ പഞ്ചസാരയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നാമത് അതിൽ ഈത്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഈ എക്സാമിൻ്റെ ടൈമിന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ. പിള്ളേർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും, പഠിച്ചതൊക്കെ ഓർമ്മശക്തിയിലുണ്ടാവും കേട്ടോ. പിന്നെ വേണ്ടതാണ്, ഇതൊക്കെ റെഡി ആയിട്ട് ഇനി ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ അതുപോലെ അടുത്തത് വേണ്ടത് ജ്യൂസാണ് കേട്ടോ. നല്ല അടിപൊളി ജ്യൂസ്, അവക്കാഡോ ജ്യൂസാണ് കേട്ടോ. അത് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടതാണ്. ഉണ്ടാക്കിയിട്ട് വേണം അതിൽ പഞ്ചസാരയോ, ലേശം കുട്ടികളെ കുടിക്കില്ലല്ലോ, അപ്പോൾ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒരു അവക്കാഡോ, എനിക്ക് അവക്കാഡോ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ഫോട്ടോ എടുത്തത്. അവക്കാഡോ എടുക്കുക, എന്നിട്ട് പാലിലോ വെള്ളത്തിലോ ഇട്ട് ജ്യൂസ് അടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പഠിക്കുന്ന ഈ എക്സാമിൻ്റെ ടൈമിൽ ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് അടിപൊളിയും ടേസ്റ്റിയും ഹെൽത്തിയും റിച്ച് പ്രോട്ടീനൊക്കെ ഉള്ള നമ്മുടെ ഫുഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ. അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കണമെങ്കിൽ എൻ്റെ ചെക്കനുണ്ട്, എൻ്റെ കുഞ്ഞു മോനുണ്ട്, അനിയൻ്റെ മോനുണ്ട് കേട്ടോ. അപ്പോൾ അവന് കൊടുത്തു നോക്കാം, അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സാരിത്തത്താക്ക് വീഡിയോയിൽ വരാൻ നാണം, അതുകൊണ്ട് സായിനെ കാണിക്കുന്നു വീഡിയോയില്. സായിക്ക് ഇഷ്ടപ്പെട്ടിനാ? നല്ല രസമുണ്ടാ? സാരിത്തത്ത തിന്നോക്കണേ, രസമുണ്ടാ സാരു? എങ്ങനെയുണ്ട്?
മമ്മ ആക്കിയത് രസമുണ്ടാ? ഏ എത്ര എത്ര രസം? ഒരു രസം. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിക്കാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂട്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ദാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.